എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കത്തിൻ്റെ കീഴിലേക്ക് പോവാം. ഒരുപാട് ചളികളും ഒരുപാട് കിഴികളുമായി ഒരുപാട് പറക്കുന്ന കിളികളുമായി ഇടയ്ക്കിടയ്ക്ക് കിളി പറക്കും. തമിഴ് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ അല്ലെങ്കിൽ മലയാളം ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ ഏതെങ്കിലും ഒന്നിലും ഉറപ്പിക്കും. ഏതാണ്? ഇന്ന് മലയാളം ആയിക്കോട്ടെ. മലയാളം ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ഹെഡ് ടൈല്. ഓക്കെ, ഫസ്റ്റ് വൺ. ഫസ്റ്റ് തന്നെ മലയാളം തന്നെ അടിച്ചമർത്താൻ ശ്രമിച്ചൂലേ? ഇതെപ്പോഴും താഴ്ത്തി വെക്കണം. നിന്റെ വിദ്യയാണ്. നീ താന്നിരിക്കും. അയ്യോ, മലയാളം ചോദിച്ചു, കിട്ടിയത് തമിഴ്. വിടുതലൈ പാർട്ട് 2 സിനിമയുടെ സെൻസർ റിപ്പോർട്ട് വന്നിട്ടില്ല കേട്ടോ. അയ്യോ, ഇതിന് മേ ബി എ സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. ഒരു ദിവസം തന്നെ 2 എ ഫിലിം. ശരിയാണല്ലോ. മാർക്കോയും വിടുതലൈ പാർട്ട് 2. ഞങ്ങൾ പടത്തിനാ പോകുന്നത് എങ്ങനെ പറയുന്ന അന്തസ്സായിട്ട് സ്റ്റോറി കിട്ടോ. ഇന്നൊരു ഏപ്പടം കാണണം, ഇന്ന് 2 ഏപ്പടം കാണണം. എന്തായാലും ഇതിന് കാരണം ഇതിൽ ഒരുപാട് ബോൾഡായിട്ടുള്ള ഡയലോഗ്സ്, പിന്നെ അത്യാവശ്യം നല്ല വയലൻസും ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് ഓടും കുതിര ചാടും കുതിര. സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്ല്. ഞാൻ അപ്പോഴും പറഞ്ഞതാ. അതാണ് ഞാൻ എപ്പോഴും കൂടുതൽ തോൽക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും ഇത് താത്തി വെക്കും. ഒരിക്കലും നമ്മുടെ മുന്നിലിരിക്കുന്ന ആരെയും താഴ്ത്തരുത്. പക്ഷെ ഞാൻ കിഴിയെ താഴ്ത്തും, കാരണം മറയാൻ പാടില്ലല്ലോ. ഓക്കെ, അടുത്ത കിഴി മാക്സ്. കിച്ച സുദീപ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം കന്നഡയിൽ നിന്ന് 2 UA, ഒന്ന് UIയും ഒന്ന് മാക്സും. UAക്ക് UA, പിന്നെ മാക്സിന് UA. പിന്നെ ഇത് 2ഉം Aയും. മലയാളത്തിൽ നിന്നൊരു A, തമിഴിൽ നിന്നും ഒരേ. ക്രിസ്മസ് ഫുൾ കളർഫുൾ ആയിരിക്കും കേട്ടോ, രക്തച്ചൊരിച്ചിലും കൊണ്ട്. അതെ. അടുത്തത് മാക്സ് വരുന്നത് 25-ാം തീയതി കേട്ടോ. ബാരോസിന്റെ കൂടെ. എന്ന് സ്വന്തം പുണ്യാള് 2-0. അല്ല, ബാരോസിന്റെ മാത്രം കൂടിയല്ല, ബേബി ജോണും 25-ാം തീയതിയാണ്. ശരിയാണല്ലോ, ബേബി ജോണും ഉണ്ടല്ലേ. ഓക്കെ, 3 ഉണ്ട്. എന്താണെങ്കിലും എന്ന് സ്വന്തം പുണ്യാള് പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ജനുവരി 10-നാണ് സിനിമ റിലീസിനെത്തുന്നത് കേട്ടോ. അനശ്വര രാജൻ, അർജുൻ അശോകൻ, ബാലു വർഗീസ് ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ. മഹേഷ് മധുവാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കിഴി ജയം രവി 34. സിനിമയുടെ പൂജ ഇന്നലെ നടന്നിട്ടുണ്ട്. സ്റ്റിൽസ് ഇതാ. ഡാഡയുടെ സംവിധായകൻ ആരായിരുന്നടാ? പേരെന്തായിരുന്നു? ബാബു, ഗണേഷ് കെ ബാബു ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ആദ്യം ചോദിച്ചപ്പോ തമിഴൊന്നും പറഞ്ഞു നന്നായി. ഇപ്പൊ 2-0. തിരിച്ചു വരൂടാ, തിരിച്ചു വരും. കോൺഫിഡൻസ്. ഇതെന്റെ അഹങ്കാരം. ദാക്കു മഹാരാജ സിനിമയുടെ ലിറിക്കൽ വീഡിയോ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല. എന്താ വിഷ്വൽസ്, ഗംഭീര സാധനം. കുറച്ച് അനിമേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. അടിപൊളിയായിട്ട് സാധനം ചെയ്തേക്കണ. സൂപ്പർ സോങ് തന്നെ ഒരു രക്ഷയില്ല. നല്ല സോങ്. എന്തായാലും നമ്മുടെ തകർക്കും. അതും ജനുവരി 10-നല്ലേ? സംക്രാന്തി റിലീസാണ്. ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നമ്മള് ജനുവരി 10-ന് പറഞ്ഞ ഏതെങ്കിലും സിനിമ ഉണ്ടോ? പിന്നെ എന്ന് സ്വന്തം പുണ്യാള് ജനുവരി 10, ജനുവരി 9-ന് രേഖാചിത്രം, പിന്നെ ഗെയിം ചേഞ്ചർ ഉണ്ട്, ജനുവരി 10, ഗുഡ് ബാഡ് അഗ്ലി, വിടാമുയർച്ചി, പിന്നെ ഫെയ്റ്റ്, നമ്മുടെ ഗെയിം ചേഞ്ചർ. പിന്നെ മറ്റേ ചിരഞ്ജീവി ഏതെങ്കിലും പടം ഉണ്ടോ? ഇല്ല, അത് ഇല്ലല്ലോ. ഓക്കെ, ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്താടാ മലയാളം കിട്ടുന്നില്ലല്ലോ. ഓക്കെ, നമ്മുടെ അജിത്തിൻ്റെ ലുക്ക് വന്നിട്ടുണ്ട്. പഴയ അജിത്ത്, വിൻറ്റേജ് ലുക്ക് തിരിച്ചെത്തി. എന്തൊരു ക്യൂട്ട് ലുക്ക്. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മാറ്റിയെന്നാണ് ഞാൻ. അതെ, നോക്ക് ശരീരല്ലേ മാറ്റി. ഗുഡ് ബാഡ് അഗ്ലി 3 ലുക്കും. 3 ലുക്ക്. അതെ, ഇതിനൊരു വീഡിയോ ഉണ്ട് നമ്മുടെ സുനിലിന്റെ കൂടെ ഉള്ളേ. ഓക്കെ, കണ്ടിട്ടു അടുത്ത വീഡിയോ എടുക്കാം. അതെ, അയ്യോ എന്താ ലുക്കില്ലേ.
ശരിക്കാണ് നല്ല വെടിപ്പേട് നടന്നുണ്ടല്ലോ. എന്തായിരിക്കും പിന്നെ വെടിപ്പേട് നടക്കാന്ന് പറഞ്ഞാൽ വെടിപ്പല്ലാന്നല്ല, ആ സോൾട്ട് ആൻഡ് പെപ്പർ ഒക്കെ ഒന്ന് മാറ്റിയിട്ടേ. സോൾട്ട് ആൻഡ് പെപ്പർ ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അത് ശരിയാ, അത് പണ്ടായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പർ. ബ്ലോണ്ടാണ്, അതൊരു വൈറ്റാ. അടുത്തത് SK25. ഓ ആശ്വാസമുണ്ട്. സുധാ കൊങ്കാര മൂവി സിനിമയുടെ പൂജ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പൂജ സ്റ്റിൽസ് വന്നിട്ടുണ്ട്. അതെ, ജയം രവി നായകൻ വില്ലനാവുന്ന സിനിമയാണ്. SK ആണ് നായകൻ. അഥർവി ഉണ്ടായിരുന്നു കേട്ടോ. അഥർവിയാണ് നമ്മൾ ഇന്നലെ പേര്. സൂര്യ ഒഴിവാക്കിയ സിനിമയാണ്. ഓക്കെ, അടുത്ത കിഴി UI. മലയാളം കിട്ടുന്നില്ലടേ. UI സിനിമയുടെ റൺ ടൈം ഇത് ഭയങ്കര ഒരു ചർച്ചക്കൊക്കെ കണ്ട സംഭവം തന്നെയാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് 4 മണിക്കൂറും 31 മിനിറ്റും ഈ സിനിമ. 20 മിനിറ്റ് അല്ലേ? 20 മിനിറ്റ് 4 മണിക്കൂർ 20 മിനിറ്റ്. ആ അത് ശരി. അല്ല 30 മിനിറ്റ് ഇല്ലേ? 30 മിനിറ്റ്. 4 മണിക്കൂർ 20 മിനിറ്റ് പറയാം. കാര്യത്തിലേക്ക് വരാം. 4 മണിക്കൂർ 30 മിനിറ്റ് ആണെന്നുള്ളതാണ് ചർച്ച. അപ്പോൾ ഇത് ഒറ്റ സിനിമയുടെ ഡ്യൂറേഷനാണ്. ഞാനിതുവരെ വിളിച്ചു പറഞ്ഞപ്പോഴേ ഇവൻ പറയണേ, നീ ഒരു കാര്യം ചെയ്യും, നീ കയറിയിട്ട് നീ ഇത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ഞാൻ നീ സിനിമയ്ക്ക് പോയിക്കോ, ഈ ഉച്ചയാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, സിനിമ കഴിയുമ്പോൾ ഞാൻ വന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞു. രാവിലെ രാവിലെ ഒരു 8 മണിക്കൊക്കെ തുടങ്ങിയാൽ ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തീരും. ശരിക്കും ഇവിടെ 11 മണിക്കാണ് ഷോ തുടങ്ങുക. അപ്പോൾ എപ്പോൾ ഞാൻ വരിക വീട്ടിലേക്ക്? 5 മണിയൊക്കെ ആകുമ്പോൾ വരാം. അടിപൊളി, ഒരു ദിവസം അങ്ങ് പോയി ഒരു സിനിമക്ക്. എന്തായാലും ഇത് ശരിക്കും തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നുള്ളതാണ് കേട്ടത്. ഈ സിനിമക്ക് 2 രീതിയിലുള്ള ക്ലൈമാക്സ് ഉള്ള 2 സിനിമകളുണ്ട്. ഒരൊറ്റ സിനിമ തന്നെ 2 ക്ലൈമാക്സിൽ. ഈ ഫസ്റ്റ് ക്ലൈമാക്സ് ഉള്ള സിനിമ അതിൻ്റെ ഡ്യൂറേഷൻ 2 മണിക്കൂറും 12 മിനിറ്റുമാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്ലൈമാക്സ് ഇത് ഓരോ തിയേറ്ററിലും ഓരോന്നാണ് കളിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? കളക്ഷൻ ഉണ്ടാക്കുക വേറെ എന്തൊക്കെയോ പരിപാടിയാണ്. ഓക്കെ, 6 മിനിറ്റ് കൂടുതലുണ്ട്. അതായത് സെക്കൻഡ് ക്ലൈമാക്സ് ഉള്ള സിനിമ 2 മണിക്കൂറും 18 മിനിറ്റും. 4:30. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ചിലർ ഇത് ഇങ്ങനെ പറയുന്നത് 4:30 ഡ്യൂറേഷന്. അങ്ങനെയല്ല ശരി, ഇതാണ് ശരി. ഓക്കെ, എന്തായാലും ഗംഭീരം. ഉപേന്ദ്ര നായകനാവുന്ന, ഉപേന്ദ്ര സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. മാർക്കോ. പറഞ്ഞോ. മാർക്കോ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സ്പീക്കർ ഷംസീർ ആണ് ഫസ്റ്റ് ടിക്കറ്റ്. എന്താ പറഞ്ഞത്? മാർക്കോയോ? മലയാളം അല്ലേ? ചെറിയൊരു മലയാളം. ഇനിയിപ്പോ എണ്ണണ്ടല്ലോ നമ്മള്, ഇനി എണ്ണം വെക്കണ്ടല്ലോ. ചെറിയൊരു മലയാള സിനിമ. അതാണെങ്കിലും ടിക്കറ്റ് ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബുക്കിംഗ് സ്പീക്കർ ഷംസീർ. ഓക്കെ, അതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ടിഞ്ഞാൽ എന്റെ പോക്കറ്റിലിരിക്കുന്ന ആളുകൾ ഷെരീഫ് നിർമ്മിക്കുന്ന പുതിയ സിനിമയാണ് മാർക്കോ. ഉണ്ണിമുകുന്ദനാണ് മെയിൻ ക്യാരക്ടർ. ഷെരീഫ് ദീർഘകാലം എനിക്ക് പരിചയമുള്ള എന്റെ സുഹൃത്താണ്. മാർക്കോ ഉണ്ണിമുകുന്ദന്റെ ഈ സിനിമ 20-ാം തീയതി റിലീസ് ചെയ്യാണ്. ഈ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആണ്, ഫസ്റ്റ് ടിക്കറ്റ് ബുക്കിംഗ് ആണ് നിർവഹിച്ചത്. സിനിമ ബിഗ് സക്സസ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. ഓക്കെ, അപ്പം എല്ലാവരും ബുക്കിംഗ് തുടങ്ങിക്കോളും. ഓരോ ജില്ലകളായി വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. നമ്മുടെ ഒന്നും മലപ്പുറത്തേക്കൊന്നും ആയിട്ടില്ല. കോട്ടയം ബുക്കിംഗ് ആയി എന്ന് പറഞ്ഞിട്ട് കമന്റ്സ് കണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുറച്ചൊരു മണിക്കൂറുകൾക്ക് അകം എല്ലായിടത്തും റെഡി ആവും. പിന്നെന്താന്നറിയോ, ചെക്കന്മാരൊക്കെ ഒന്നൊരു ക്ഷീണത്തിലാ. 18 വയസ്സുകൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ ഒരു വിഷയം കുറച്ച് കരി വാരി തേക്കുക, അതുകൊണ്ട് കാര്യമില്ല. ചെറുതായിട്ട് അങ്ങനെ ചെക്ക് ചെയ്യുന്ന എവിടെ അങ്ങനെ ചില സ്ഥലങ്ങളിൽ നോക്കുള്ളൂ, ചില ഇടങ്ങളിലേ നോക്കുള്ളൂ. അതായത് അത് ആധാർ കാർഡോ ID കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അവർക്ക് കുട്ടികളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചെക്കിങ് ഉണ്ടാവില്ലേ? എന്നെ കണ്ട അപ്പ ചെക്ക് 18 എന്തായാലും തികഞ്ഞിട്ടില്ലെന്ന് ഉറപ്പിക്കുവേ. പൊടി മീശയൊക്കെ. അതെ, ഉറപ്പായിട്ടും ഞങ്ങളെ തടയാൻ സാധ്യത കാണുന്നുണ്ട്. ഇന്നും തന്തയ്ക്കുളി കേൾക്കണം. ആ തന്തയ്ക്കുളിയല്ല, പട് തന്തകളേന്ന് പറഞ്ഞിട്ടുള്ളത്. അതെ, നമ്മക്കിട്ട് വിളി. തെറ്റിദ്ധരിക്കണ്ട, മറ്റേ 2 തന്തകൾ ആ രീതിയിൽ കേട്ടോ, അല്ലാത്ത തന്തയ്ക്കുളിയല്ല.
ഓക്കെ. അപ്പൊ അടുത്ത കളിയിലേക്ക് കടക്കാല്ലേ? ഓ പിന്നെ നമ്മള് തമ്മിലുള്ള ഗെയിം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3-0. അതിനെതിരെ ഞാനിവിടെ ഗെയിമില് നീ ഒറ്റക്കല്ല കളിക്കുന്നത്, ഇവൻ ഒറ്റക്കല്ല കളിക്കുന്നത്. ഞാന് ഔട്ട്, തുടക്കത്തിലേ ഔട്ടായി, ഔട്ട് കംപ്ലീറ്റ്ലി. പുഷ്പ, ഞാനും വിചാരിച്ചു ഒരു സൈലന്റ് ആയപ്പോഴേ പുഷ്പ 2. വേറെ കാര്യം കേട്ടോ, മാർക്കോ സിനിമയുടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇന്ത്യയിൽ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവീസിൽ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് മാർക്കോ. 54%. 53.8% കേട്ടോ. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ വരും ദിവസങ്ങളിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞ, പക്ഷേ ഇത്ര പെട്ടെന്നാവുന്ന പ്രതീക്ഷയില്ല. ഇത് മലയാളികൾ കയറി മനഃപൂർവ്വമാക്കിയാണ് അമ്മാതിരി കാറ്റിലാണ് കയറ്റിയിട്ടുള്ളത്. 1ാം സ്ഥാനത്ത്. അതെ 1ാം സ്ഥാനത്ത് മാർക്കോ. കണ്ടോ ഇപ്പൊ എന്താന്ന് കണ്ടോളേ. അപ്പൊ എന്തായാലും അതിൻ്റെ ഒരു വൈബ് ഉണ്ട് കേട്ടോ. എന്തായാലും അപ്പോൾ നമുക്ക് പുഷ്പയിലേക്ക് വരാം. പുഷ്പ 2 ഒരു റെക്കോർഡ് ഉണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 500 കോടി ഗ്രോസ് മൊത്തം വേൾഡ് വൈഡ് കിട്ടിയ ആദ്യത്തെ സിനിമ, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സാണ്. മൈത്രി അല്ലേ? മൈത്രി മൂവി മേക്കേഴ്സ്. എന്താണെങ്കിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമുക്ക് തന്നെ അറിയാലോ, കണ്ടോണ്ട് ഇതിന്റെ കളക്ഷൻ കണ്ടോണ്ടിരുന്ന നമുക്കറിയാലോ ഏകദേശം. അടുത്തത് അല്ല അവർ ഒഫീഷ്യലായിട്ട് ഇത് അനൗൺസ് ചെയ്തല്ലോ. അതെ, റൈഫിൾ ക്ലബ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മരുന്നിന് പോലും ഒന്നും ഒരൊറ്റ മലയാളം കിട്ടിയില്ല. കന്നഡ തമിഴ് റൈറ്റ്സ് ദേവി കമ്പനി അവരാണ് സ്വന്തമാക്കിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ ആയിക്കോട്ടെ. അതിന് അല്ല സ്വന്തമാക്കിയിരിക്കുന്നത് പറഞ്ഞത് ഒന്നുമില്ല. ഒരു കരിയും കൂടെ എടുത്തോ, വല്ലതും കിട്ടുമോ നോക്ക്, എവിടെയെങ്കിലും ഒരു മരുന്നിന്. നീ എടുത്തത് പക്ഷെ ഇത് ഓക്കെ ഞാൻ തന്നെ എടുക്കണം. ഗംഭീര സാധനമായിരിക്കും കേട്ടോ. ഞാൻ ഈ 4 മലയാളം എടുത്ത് നിൽക്കുകയാണ്. മാർക്കോ 1ാം സ്ഥാനത്തെ ഇതല്ല എമ്പുരാനൊക്കെ അടിക്കണം, അപ്പോഴുണ്ടാവും പല ആൾക്കാരുടെ കരച്ച്. SSMB 29 കൊടുത്താ നന്നായി. ഇതുകൂടി ആയിരുന്നെങ്കിൽ തികഞ്ഞേനത്. എന്താണെങ്കിലും സിനിമയിൽ പ്രിയങ്ക ചോപ്ര ആയിരിക്കും നായികയായിട്ട് വരുന്നത് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. 2025 സിനിമയുടെ ഷൂട്ട് തുടങ്ങും. എന്തായാലും പ്രിയങ്ക ചോപ്ര കുറെ ആയിട്ടോ സിനിമയിലെ, ഇന്ത്യൻ സിനിമയിലെ ബാബുവിന്റെ കൂടെ വരുന്നപ്പോ ആള് തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ വിജയന്റെ കൂടെ. ഇന്നത്തെ പ്രിയങ്ക ആയിരുന്നില്ല അന്ന്. കാര്യം വ്യത്യാസമുണ്ട്. കത്രീന കൈഫ് അഭിനയിച്ചിട്ടില്ല മലയാളത്തിൽ വന്നിട്ട്, ലോട്ടറി കിട്ടുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അയ്യോ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടേ, എല്ലാം കഷ്ണം ഇട്ട് കൊടുത്തിട്ട് നമ്മള് ശ്രദ്ധ തിരിക്കാൻ വേറെ വഴിക്ക്. അതെ, നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അതോ എന്റെ ശ്രദ്ധ തിരിക്കാൻ? ആരതായാലും ഞാൻ രക്ഷപ്പെട്ടാ മതി. ഒരു രക്ഷപ്പെടലും പെടൂല മോനെ. തുടക്കത്തിലെ തന്നെ 2 എണ്ണം അടിച്ചു വെച്ച് തന്നിട്ടുണ്ട്, പിന്നീടുള്ളതൊക്കെ എന്താണെന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.